സിന്ദൂരരേഖ ഭാഗം 105. അവർ പറഞ്ഞത് കേട്ടതും അമ്മയൊന്നും മിണ്ടാനാവാതെ നിന്നു പോവുകയാണ് ചെയ്തത്. മാം, പിന്നെ ശ്രീകുമാരി ഒന്നും പറയാതെ നിൽക്കുന്നത് കണ്ടതും അവർ വീണ്ടും അവരെ വിളിച്ചു. അമ്മ എന്താണെന്ന രീതിയിൽ അവരെ നോക്കി. വീണപ്പോൾ ആൾക്ക് ബ്ലീഡിംഗ് ആയിട്ടുണ്ട്. പ്രഗ്നൻ്റ് ആയിരുന്നല്ലോ. അതെങ്ങനെ പറഞ്ഞമ്മയെ മനസ്സിലാക്കണമെന്നതിന് അവർക്ക് തന്നെ ഒരു പിടിയുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഒരുതരം പതർച്ചയോടെയാണ് അവരിക്കാര്യം അമ്മയോട് തുറന്നു പറഞ്ഞത്. അതുകൂടി കേട്ട് കഴിഞ്ഞതും ഇനിയൊന്നും കേൾക്കാനില്ല എന്നതുപോലുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് അമ്മ എത്തിയിട്ടുണ്ടായിരുന്നു. നിമിഷ നേരം കൊണ്ട് മനസ്സിൽ സ്വപ്നം പോലെ നെയ്തുകൂട്ടിയതെല്ലാം ചില്ലുകൊട്ടാരം പോലെ ഉടഞ്ഞു വീഴുന്നത് അമ്മയ്ക്ക് തിരിച്ചറിയാനാകുന്നുണ്ടായിരുന്നു. ഈയൊരു കാര്യം എങ്ങനെ മനുവിനോട് പറയും എന്നുള്ളതായിരുന്നു അമ്മയുടെ ഉള്ളിലുള്ള അടുത്ത ചോദ്യം. അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ നോട്ടം ആദ്യം പോയത് മനുവിൻ്റെ നേർക്കാണ്. എല്ലാം തകർന്നതുപോലെ ഇരിക്കുന്ന അവനെ കണ്ടപ്പോൾ തന്നെ ഈ കാര്യം അവനോട് എങ്ങനെ പറയും എന്നതാണ് അവരുടെ ഉള്ളിൽ ഉദിച്ചത്. മനു ആണെങ്കിൽ തലയ്ക്ക് കൈകൊടുത്തിരിക്കുവാണ്. ഇടയ്ക്ക് അവൻ്റെ നോട്ടം ICUവിൻ്റെ മുന്നിലേക്ക് പോകും. വീണ്ടും തിരികെ തല കുനിച്ച് അതുപോലെ തന്നെ ഇരിക്കും. ഉണ്ണി നേഴ്സ് വന്ന് പറയുന്നതിനനുസരിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ ഓടി നടക്കുവാണ്. സർ, മാഡത്തിന് ബ്ലഡ് വേണമായിരുന്നു. B- ആണ്. കുറച്ച് റെയറാണ്. എങ്കിലും എത്രയും വേഗം കിട്ടിയാൽ അത്രയും ഉപകാരം. ഉണ്ണി എന്തോ മെഡിസിൻ വാങ്ങണമെന്ന് പറഞ്ഞ് ഫാർമസിയിലേക്കോ മറ്റോ പോയ സമയത്ത് പെട്ടെന്നാണ് ICU തുറന്ന് ഒരു നേഴ്സ് ഇറങ്ങി വന്നുകൊണ്ട് മനുവിനോട് പറയുന്നത്. അത് കേട്ടപ്പോൾ തന്നെ കലങ്ങിയ കണ്ണുകളോടെ അവൻ അവരെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ തന്നെ അവനോട് ഇക്കാര്യം പറയാൻ വന്ന നേഴ്സ് ഒന്ന് പേടിച്ചു പോയി എന്ന് പറയാം. എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് B- ആണ്. എങ്കിലും ഓക്കെയാണ് സർ, ചെക്ക് ചെയ്തിട്ട് വന്നോളൂ. അവരത് പറഞ്ഞു പോയതും അവൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി തറയിൽ നിന്നും എഴുന്നേറ്റു. മനു. അപ്പോഴേക്കും അമ്മ അവൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് B- ആണ്. ഞാൻ കൊടുക്കാം. നീ ഇവിടെ ഇരിക്ക്. വേണ്ട. ഒറ്റ വാക്കിൽ പറഞ്ഞ് അവൻ നേരെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നടന്നിരുന്നു. അവനെ ഒറ്റയ്ക്ക് വിടാനുള്ളൊരു ധൈര്യമില്ലാത്തത് കൊണ്ട് തന്നെ അമ്മാളുവിൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞതിന് ശേഷം അമ്മയും അവൻ്റെ പിന്നാലെ പോയി. ബ്ലഡൊക്കെ കൊടുത്തു. അതിനിടയിൽ ഉണ്ണി വന്ന് അവനെ നോക്കിയിരുന്നു. അമ്മയും മനുവും ബ്ലഡ് എടുക്കുന്ന റൂമിലായിരുന്നു. ബ്ലഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് മനു അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഉണ്ണി മനുവിനടുത്തേക്ക് വന്ന് അമ്മാളുവിനെ പരിശോധിക്കുന്ന ഡോക്ടർ അവനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം പറഞ്ഞു. അമ്മ അവനോട് പോയി വരാൻ പറഞ്ഞു. അവൻ ഡോക്ടറുടെ ക്യാബിനിലേക്ക് കയറുന്നത് കണ്ടതും അമ്മ ഉണ്ണിയെ ഒന്ന് നോക്കി. അവൻ്റെ കലങ്ങിയിരിക്കുന്ന കണ്ണുകളിൽ നിന്ന് തന്നെ അമ്മയ്ക്കുള്ള ഉത്തരം കിട്ടിയിരുന്നു. പോയി അല്ലേ? 2 വാക്കേ അമ്മ ചോദിച്ചുള്ളൂ. പക്ഷേ അതിൽ തന്നെ അവൻ്റെ പിടി വിട്ടുപോയതുപോലെ ഉണ്ണി വിതുമ്പി കരഞ്ഞു പോയിരുന്നു. അമ്മയും കരഞ്ഞു പോയിരുന്നു. നിനക്കും ഒന്ന് അവൻ്റെ കൂടെ പോകാമായിരുന്നില്ലേ ഡോക്ടറെ കാണാൻ വേണ്ടി? വേണ്ട, എനിക്കിത് കാണാൻ വയ്യമ്മേ. ഹേമ ഡോക്ടർക്ക് ഏട്ടനെ നന്നായിട്ട് അറിയാം. കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞോളും. ഉണ്ണി പുറം കൈ കൊണ്ട് കണ്ണുനീർ അമർത്തി തുടച്ചു. അമ്മയ്ക്ക് അപ്പോഴും സങ്കടം അടക്കാനാവുന്നില്ലായിരുന്നു. ആദ്യമായിട്ടൊരു പേരക്കുട്ടിയെ കിട്ടാൻ പോകുന്നതിൻ്റെ ഒരു സന്തോഷത്തിലായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്. സന്തോഷം മാത്രം നിറഞ്ഞു നിന്ന സമയം. മനു ഇല്ലാത്തപ്പോഴുള്ള സങ്കടങ്ങൾക്ക് മരുന്നായത് അമ്മയായിരുന്നു. അമ്മയായിരുന്നു അവളെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിരുന്നത്. അവൾക്ക് ഇഷ്ടമുള്ള ഓരോ കാര്യങ്ങളും ഉണ്ടാക്കിക്കൊടുത്ത് അവളുടെ കാര്യങ്ങളെല്ലാം കണ്ടറിഞ്ഞ് ചെയ്ത് ഒടുക്കം അതിങ്ങനെയായി തീർന്നത് ആ അമ്മ മനസ്സിന് താങ്ങാനാവുന്നില്ലായിരുന്നു. എത്രയൊക്കെ വേണ്ട എന്ന് കരുതിയിട്ടും അമ്മയുടെ കണ്ണിൽ നിന്നുള്ള കണ്ണുനീരിന് ഒരറുതി വരുന്നില്ലായിരുന്നു. ഡോക്ടർ ഇരിക്കൂ. മനു ഡോക്ടറുടെ ക്യാബിനിലേക്ക് കയറിയപ്പോൾ തന്നെ ഡോക്ടർ അവനോട് കസേരയിലേക്ക് ഇരിക്കാൻ പറഞ്ഞു. വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നുവെങ്കിൽ പോലും മനു കസേരയിലേക്ക് ഇരുന്നു. സംസ്കൃതിയെ പരിശോധിച്ചിരുന്ന ഡോക്ടർ ഞാനായിരുന്നു. അവർ പറഞ്ഞതും മനു ഒന്നും മൂളി. സംസ്കൃതി 3 months പ്രഗ്നൻ്റ് ആയിരുന്നു. ഡോക്ടർ അങ്ങനെ പറയുന്നത് കേട്ടപ്പോഴും മനു അവരെ നോക്കിയിരുന്നതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല. ആൻഡ് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ആ കുട്ടി വീണതുകൊണ്ട് ബോഡി ഷെയ്ക്കായിട്ടുണ്ട്. അവർ പറഞ്ഞു വരുന്നത് എന്താണെന്ന് അവർ പറഞ്ഞ് പൂർത്തിയാകാതെ തന്നെ മനസ്സിലായിരുന്നു. അതിൽ നിന്ന് തന്നെ അവർ പറഞ്ഞു വരുന്നത് എന്താണെന്ന് അവർ പറഞ്ഞു പൂർത്തിയാകാതെ തന്നെ മനസ്സിലായിരുന്നു. ദ ബേബി ഹാസ് ഗോൺ. അവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അവൻ കലങ്ങിയ കണ്ണുകളോടെയാണ് അവരെ മുഖമുയർത്തി നോക്കിയത്. അതിൽ ബാക്കി പറയാനാവാതെ ഡോക്ടർ ഒന്ന് നിർത്തി. അവനൊന്നും മിണ്ടാതെ അപ്പോഴും നിശബ്ദമായിട്ട് തന്നെ ഇരുന്നു. പിന്നെ തലയിൽ അത്യാവശ്യം നല്ല ആഴത്തിലുള്ളൊരു മുറിവുണ്ട്. അതിൻ്റെ ഒരു ഷോക്ക് കാരണമാണ് ആൾ കോൺഷ്യസ് ആവാത്തത്. വേറെന്തെങ്കിലും ഡോക്ടർ പറഞ്ഞതും ബോധം തെളിഞ്ഞാൽ മാത്രമേ കണ്ണിൽ കണ്ണുനീർ ഒഴുകിയിറങ്ങുന്നത് അവർക്ക് കാണാനാവുന്നുണ്ടായിരുന്നു. അവളെ മാത്രം മതി ഡോക്ടർ. അവൾക്കൊരു കുഴപ്പമില്ലാതെ തന്നാൽ മതി. ഒഴുകിയിറങ്ങിയ കണ്ണുനീർ കൈ ഉപയോഗിച്ച് തുടച്ചു നീക്കിക്കൊണ്ട് ഡോക്ടറോട് അതുമാത്രം പറഞ്ഞുകൊണ്ടാണ് അവൻ ക്യാബിനിൽ നിന്ന് ഇറങ്ങി വന്നത്.
ക്യാബിന് പുറത്തേക്കിറങ്ങി ICUവിൻ്റെ മുന്നിലേക്ക് നടന്നപ്പോൾ അവിടെ വിഷമത്തോടെ ഇരുന്ന് കണ്ണുനീര് വാർക്കുന്ന അമ്മയെയും അമ്മാളുവിൻ്റെ അച്ഛനെയും അമ്മയെയും അവൻ കണ്ടിരുന്നു. അവൻ ഇറങ്ങി വന്ന് നേരെ പോയത് അവിടെ തന്നെയുള്ള പ്രെയർ റൂമിലേക്കാണ്. അവിടെ ഒരു മൂലയിലേക്കിരുന്ന് മുട്ടിലെ മുഖം പൂഴ്ത്തി അവൻ തേങ്ങിക്കരഞ്ഞു. ഡോക്ടറുടെ ക്യാബിനിൽ നിന്ന് അവൻ ഇറങ്ങി വരുന്നത് ആരും കാണാത്തത് കൊണ്ട് തന്നെ അവൻ പ്രെയർ റൂമിലേക്ക് പോയതും ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഉള്ളിലുള്ളതൊരു ജീവനാണ് മേവേട്ട, അതിനെനിക്ക് വേണം. ഇപ്പോൾ ഞാനിങ്ങനെ ഉള്ളത് പോലും ചിലപ്പോൾ ഈ കുഞ്ഞു കാരണമാണ്. 2 ദിവസം മുൻപ് രാത്രി കിടക്കാൻ നേരം താൻ ഈ ഒരു പ്രഗ്നൻസിയെക്കുറിച്ച് അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ മറുപടി വീണ്ടും അവൻ്റെ കാതുകളിൽ പ്രതിധ്വനിച്ചു കൊണ്ടിരുന്നു. ഏട്ടാ. സങ്കടം അടക്കാനാവാതെ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് തനിക്കരികിൽ നിന്ന് അവൻ ഉണ്ണിയുടെ ശബ്ദം കേൾക്കുന്നത്. അങ്ങനെ തന്നെ മുഖം ഷർട്ടിൻ്റെ ഷോൾഡറിൽ തുടച്ചുകൊണ്ട് അവൻ മുഖമുയർത്തി ഉണ്ണിയെ നോക്കി. ഏട്ടൻ്റെ മുഖഭാവം കണ്ടതും അവൻ്റെ ചങ്ക് തകർന്നു പോകുന്നത് പോലെയാണ് തോന്നിയത്. ഉണ്ണിയും മനുവിൻ്റെ അടുത്തേക്കായി തന്നെ മുട്ടുകുത്തിയിരുന്നു. ഏട്ടാ, എനിക്കറിയില്ല ഉണ്ണി, ഈ ജീവിതം മുഴുവൻ എന്നെ തോൽപ്പിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുക. ഒരിടത്ത് ജയിക്കുമ്പോൾ അടുത്ത സ്ഥലത്ത് ഞാൻ തോറ്റു പോവാണ്. അങ്ങനെയല്ല ഏട്ടാ. അമ്മു, അവൾ മാത്രം മതി എനിക്ക്. അവളൊന്ന് കണ്ണു തുറന്ന് എന്നെ വിളിച്ചാൽ മതി. അവളെ മാത്രം മതി എനിക്ക്. ഒന്നും വേണ്ടാതിരുന്ന എന്നിലേക്ക് സ്വയം വന്നതാണ് അവൾ. ഇനി അവൾ അങ്ങനെ പോകണമെന്ന് കരുതിയാലും പറ്റില്ല. എനിക്ക് അവളെ വേണം ഉണ്ണി. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവളെ വേണം. മനു ഉണ്ണിയുടെ ഷർട്ടിൽ പിടിച്ചു ഉലച്ചു. അവൾക്ക് എന്തെങ്കിലും പറ്റിയാലും ഞാൻ പിന്നെ ഇല്ലുണ്ണി. ഒരുതരം വിഭ്രാന്തിയും പരിഭ്രമവും പോലെയാണ് മനു സംസാരിക്കുന്നത്. അത് കണ്ടതും ഉണ്ണിക്ക് ഭയമാണ് തോന്നിയത്. അവൻ പകപ്പോടെയാണ് മനുവിനെ നോക്കിയത്. ഏട്ടനിങ്ങനെ ടെൻസ്ഡ് ആവല്ലേ. അമ്മാളുവിനൊന്നുമില്ല. ഷീസ് ഓൾ റൈറ്റ്. ഉണ്ണി എങ്ങനെയോ മനുവിനെ സമാധാനിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ തന്നെയാണ്. എൻ്റെ കുഞ്ഞിനെ ഞാനൊന്ന് അറിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. അതിനു മുന്നേ തന്നെ, ബാക്കി പറയാനാവുന്നതിന് മുന്നേ തന്നെ മനു വീണ്ടും പൊട്ടിക്കരഞ്ഞു പോയി. ഉണ്ണി അവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. സർ. അങ്ങനെ ഇരുവരും പരസ്പരം സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലായിട്ടാണ് പെട്ടെന്നൊരു നേഴ്സ് കടന്നു വന്നത്. എന്താ അഞ്ജലി? അവരെ കണ്ടതും ഉണ്ണി ചോദിച്ചു. മാഡത്തിന് ബോധം വന്നിട്ടുണ്ട്. ആരോടെങ്കിലും ഒരാളോട് കയറി കാണാൻ പറഞ്ഞപ്പോൾ ശ്രീകുമാരി മാഡം പറഞ്ഞു മാനവ് സാർ കയറട്ടെ എന്ന്. നേഴ്സ് പറഞ്ഞു കഴിഞ്ഞതും ഉണ്ണി മനുവിനെയാണ് നോക്കിയത്. മനുവിൻ്റെ മുഖത്ത് അന്നേരം ഒരുതരം നിസ്സഹായമായ ഭാവമായിരുന്നു. ഒരുപാട് കരഞ്ഞു കഴിഞ്ഞപ്പോൾ ഉള്ളിലൊരു ആശ്വാസം തോന്നുന്നുണ്ടെങ്കിലും ഇനി എന്ത് ചെയ്യും എന്നുള്ള തരത്തിലുള്ളൊരു നിസ്സഹായത. അഞ്ജലി പൊയ്ക്കോളൂ. നേഴ്സിനെ പറഞ്ഞു വിട്ടതിന് ശേഷം ഉണ്ണി പിന്നെയും മനുവിനെ നോക്കി. ഞാൻ അവളോട് എന്ത് പറയാനാണ് ഉണ്ണി? കുഞ്ഞ് പോയി എന്ന് പറയണോ? കഴിഞ്ഞ ദിവസം ഞാൻ അവളോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൾ എന്താ എന്നോട് പറഞ്ഞതെന്നോ? ഞാനില്ലാതിരുന്നപ്പോൾ ഒരു കണക്കിന് അവൾ ജീവിച്ചതുപോലെ ഈ കുഞ്ഞ് കാരണമാണെന്ന്. അവളോട് ഞാൻ എന്താ പറയേണ്ടത്? ഐ ഡോണ്ട് നോ ഹൗ ടു ഹാൻഡിൽ ദിസ് ഉണ്ണി. എനിക്കറിയില്ല. സങ്കടം കാരണം മനസ്സാകെ പതറിപ്പോവാണ്. കണ്ണുനീരൊഴുകിയിറങ്ങുന്നുണ്ടെങ്കിലും മനു ഇടർച്ചയോടെ അവനോട് പറഞ്ഞു. ഇങ്ങനെ തളർന്നു പോവല്ലേ ഏട്ടാ. ഏട്ടനല്ലാതെ ഇപ്പോൾ അവളോട് ഇക്കാര്യം മറ്റാർക്കും പറയാനാവില്ല. വേറെ ആര് പറഞ്ഞാലും അത് ചിലപ്പോൾ മനസ്സുകൊണ്ട് അവൾക്ക് അംഗീകരിക്കാനാവുമെന്ന് പറ്റില്ല. വേറെ ആര് പറയുന്നതിലും നല്ലത് ഏട്ടൻ തന്നെ പറയുന്നതായിരിക്കും. ഉണ്ണി അവനെ ആശ്വസിപ്പിക്കുന്ന രീതിയിലാണ് പറഞ്ഞു മനസ്സിലാക്കിയത്. ഉണ്ണി അങ്ങനെ പറഞ്ഞിട്ട് പോലും മനുവിൻ്റെ മുഖത്ത് ഒരുതരം നിസ്സഹായമായ ഭാവം തന്നെയായിരുന്നു. ഏട്ടൻ ഇങ്ങനെ ഇരിക്കാതെ അവളെ പോയെന്ന് കാണ്. ഉണ്ണി പറഞ്ഞുകൊണ്ട് മനുവിനെ താഴെ എഴുന്നേൽപ്പിച്ചു. ICUവിൻ്റെ മുന്നിൽ തന്നെ അമ്മമാരും അച്ഛനും ഒക്കെ ഇരിക്കുന്നുണ്ട്. അവരുടെ മുഖമാകെ കരഞ്ഞു കലങ്ങിയാണ് ഇരിക്കുന്നത്. മനു വരുന്നത് കണ്ടതും അവരെല്ലാവരും അവനെ ഉറ്റുനോക്കി. അവൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ അവനും ഒത്തിരി കരഞ്ഞിട്ടുണ്ട് എന്നവർക്കും മനസ്സിലായി. അവരാരും ഒന്നും മിണ്ടാതെ എല്ലാവരും അവനോട് അകത്തേക്ക് കയറി അവളെ കാണൂ എന്ന രീതിയിൽ മുഖം കാണിച്ചു. എല്ലാവരെയും ഒന്നുകൂടി നോക്കിക്കൊണ്ട് അവൻ ICUവിനുള്ളിലേക്ക് കയറി. സർ, സാനിറ്റൈസ് ചെയ്തിട്ട് അടുത്തേക്ക് പോയാൽ മതി. അവർ പറഞ്ഞതും സാനിറ്റൈസ് ഒക്കെ ചെയ്ത് ICUവിനകത്തിടാനുള്ള ഡ്രസ്സൊക്കെ ഉടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് അവൻ അവൾക്കടുത്തേക്ക് പോയത്. അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവളുടെ തലയിൽ അത്യാവശ്യം വലിയൊരു കെട്ടുണ്ട്. അവളുടെ മുഖത്തേക്ക് നോക്കിയ അതേ നിമിഷം തന്നെ അവൻ്റെ നോട്ടം അടുത്തതായി നിന്നത് അവളുടെ വയറിലേക്കാണ്. മുന്നേ ചെറിയ രീതിയിൽ ഉയർത്തിരുന്ന ആ വയറ് ഇപ്പോൾ പൂർണ്ണമായും ഉള്ളിലേക്ക് ഒട്ടിയിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ തന്നെ അവന് നെഞ്ചിൽ ഒരു വിങ്ങൽ അനുഭവപ്പെട്ടു. അമ്മു. അവളുടെ നെറുകയിലൊന്ന് തലോടിക്കൊണ്ട് അവൻ വിളിച്ചതും അവൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അവൾ ഉണർന്നിരുന്നു. എങ്ങനെയുണ്ടിപ്പോൾ? കുഴപ്പമില്ല മനുവേട്ടാ. പതിഞ്ഞ ശബ്ദത്തിൽ അവൾ തിരികെ പറഞ്ഞു. വേദനയുണ്ടോ? അവളുടെ നെറ്റിയിലെ വലിയ കെട്ടിലേക്ക് നോക്കിയാണ് അവനത് ചോദിച്ചത്. നല്ല തലവേദനയുണ്ട്, പക്ഷെ ഒരു മരവിപ്പ് പോലെ.
ശരീരത്തിൽ നിന്ന് എന്തൊക്കെയോ പോയതുപോലൊരു ഫീല്. അവൾ അങ്ങനെ പറഞ്ഞതും അവൻ്റെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞു പോയതുപോലെയായി. അവളോട് ഇതുവരെയൊന്നും പറഞ്ഞിട്ടില്ല, ഡോക്ടറായിട്ടും പറഞ്ഞിട്ടില്ല, തന്നോട് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ കാര്യം എങ്ങനെ അവളോട് പറയണമെന്നതിന് അവനും ഒരു പിടി കിട്ടുന്നില്ലായിരുന്നു. ഉറക്കം വരുന്നുണ്ടോ? അത് പറഞ്ഞു കഴിഞ്ഞതും വീണ്ടും അടഞ്ഞു പോകുന്ന അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ ചോദിച്ചു. അതിന് അവളൊന്ന് മൂളി. ഉറങ്ങിക്കോ. വീണ്ടും പതിയെ അവളുടെ തലയിലൊന്ന് തലോടി അവൻ. അതിൽ പതിയെ അവളുടെ കണ്ണുകൾ അടഞ്ഞു പോകുന്നത് കണ്ടപ്പോൾ അവൻ്റെ കണ്ണ് പതിയെ ഒന്ന് നിറഞ്ഞു. അവൻ കൈയെടുത്ത് അവളുടെ ഒട്ടിയ വയറിലൊന്ന് വെച്ചു. അവൻ്റെ മനസ്സിലേക്ക് ഇന്ന് രാവിലെ കൂടെ താൻ അവൾക്കും കുഞ്ഞിനും ഉമ്മ കൊടുത്തതൊക്കെ ഓർമ്മ വന്നു. വേദനയോടെ അവൻ ആ കൈ പിൻവലിച്ചു. സർ, മാം ഉറങ്ങി, ഇനി ഇറങ്ങിക്കോളൂ. പിന്നാലെ തന്നെ ഒരു നേഴ്സ് വന്ന് അവനോട് പറഞ്ഞതും അവളെ ഒന്നുകൂടി ഒന്ന് നോക്കിക്കൊണ്ട് അവൻ ICUവിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അമ്മാളും എന്തു പറഞ്ഞു മനു? അവൻ ഇറങ്ങി വന്നപ്പോൾ തന്നെ അമ്മ അവനടുത്തേക്ക് ഓടിയെത്തി. കൂട്ടത്തിൽ അവളുടെ അച്ഛനും അമ്മയും ഉണ്ണിയും. തലയ്ക്ക് വേദനയുണ്ടെന്ന് പറഞ്ഞു, പിന്നെ മരവിപ്പും, പിന്നെ ശരീരത്തിൽ നിന്ന് എന്തോ പോയതുപോലെ തോന്നുന്നു. അത് പറഞ്ഞതും അവനൊന്ന് വിതുമ്പിപ്പോയി. കണ്ടുനിന്ന് എല്ലാവരുടെയും കണ്ണുകളും നിറഞ്ഞു പോയിരുന്നു. ഇവിടെ ഇരിക്കുന്നേ. അത് പറഞ്ഞ് അമ്മ അവനെ അവിടെയുള്ള കസേരയിലേക്ക് ഇരുത്തി. എന്തു പറഞ്ഞാണ് അവനെ സമാധാനിപ്പിക്കേണ്ടതെന്ന് അവർക്ക് ആർക്കും അറിയില്ലായിരുന്നു. അവരെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് അവനും അറിയില്ലായിരുന്നു. ഇനി ഇതെല്ലാം കഴിയുമ്പോൾ അമ്മാളുവിനോട് എന്താണ് പറയേണ്ടതെന്നും ആർക്കും അറിയില്ലായിരുന്നു. ഒരു കണക്കിന് നോക്കിയപ്പോൾ എല്ലാവരും ആകെ വല്ലാത്തൊരു മാനസിക സമ്മർദ്ദത്തിലായിപ്പോയി എന്ന് തന്നെ പറയാം. മാം, സാറിനെ കാണണമെന്ന് പറയുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞതും ICU തുറന്നുകൊണ്ട് വീണ്ടും ഒരു നേഴ്സ് ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞു. മനു അപ്പോഴും മറ്റൊരിടത്തേക്കും പോകാതെ ICUവിൻ്റെ മുന്നിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അവർ വന്ന് വിളിച്ചപ്പോൾ തന്നെ അവൻ അകത്തേക്ക് കയറിപ്പോയി. അമ്മു. അവൻ വന്ന് അവളെ വിളിച്ചപ്പോൾ തന്നെ അവൾ കണ്ണു തുറന്നവനെ നോക്കിയിരുന്നു. ആ കണ്ണുകളിപ്പോൾ തികച്ചും നിർജീവമാണെന്ന് അവൻ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു. എന്താ ഇങ്ങനെ നോക്കുന്നത്? അവൾ തന്നെ നോക്കി ഒന്നും മിണ്ടാതെ കിടക്കുന്നത് കണ്ടതും അവൻ അവളോടായി കാര്യം തിരക്കി. കുഞ്ഞ് പോയി അല്ലേ? അത് ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നു. ആ ചോദ്യത്തിൽ തന്നെ അവൻ്റെ നെഞ്ചിലേക്ക് ഒരാണി വന്ന് തറച്ചതുപോലെയാണ് അവന് തോന്നിയത്. എന്താണ് ഇതിനവളോട് ഉത്തരം പറയേണ്ടത് എന്നവൻ അറിയില്ലായിരുന്നു. വിതുമ്പുന്ന ചുണ്ടുകളോടെ തന്നെ നോക്കി കിടക്കുന്ന അവളുടെ കൈ അവൻ ചേർത്ത് പിടിച്ചു. കുഞ്ഞിന് നമ്മുടെ അടുത്തേക്ക് എത്താനുള്ള നേരായിട്ടില്ല അമ്മു. എന്തോ അങ്ങനെ പറയാനാണ് അവൻ അന്നേരം തോന്നിയത്. അതിൽ കൂടുതൽ എന്തു പറഞ്ഞാണ് അവളെ മനസ്സിലാക്കേണ്ടത്? എന്തു പറഞ്ഞാണ് അവളിലെ അമ്മയെ ആശ്വസിപ്പിക്കേണ്ടതെന്നോ അവൻ അറിയില്ലായിരുന്നു അന്നേരം. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടുമായിട്ട് നാളെ തന്നെ വരാം. ബൈ.